ഈ റോക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഒരാളെ എടുത്തോളൂ, രണ്ടാളെ എടുത്തോളൂ, വേണമെങ്കിൽ 4 പേരെ എടുത്തോളൂ. അതിനു മുകളിൽ നിങ്ങൾ പക്ഷേ എടുക്കാൻ നോക്കിയാൽ നിങ്ങളുടെ എഞ്ചിൻ ഫെയിൽ ആയി പോകുമേ. എന്നാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, കാരണം കണ്ടീഷൻ സപ്ലൈ. ഓവറോൾ ആയിട്ട് ഈ റോക്കറ്റ് കൊണ്ട് നിങ്ങൾക്കുള്ളിലുള്ള ജുമാൻജിയെ തട്ടി 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 ഉണർത്താം. ഓക്കെ മാറി തുടച്ചത് മാറിയേക്ക്. ടിക് 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 പടത്തിലെ ഹീറോ യൂസ് ചെയ്ത കോസ്റ്റ്യൂം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാവോ? എങ്ങനെയാണോ ഇതൊക്കെ വലിച്ചു കയറ്റിയത്? ഇടുന്നവരെ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയോ? നിങ്ങൾ ആരാണ്? പൂജ ഹേക്കടി, രശ്മി കമന്താന. ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? ഹൈഫൈ മിസ് ആയിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ, ഫാമിലി ആണല്ലോ എന്താ, എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? അത് പറ. എന്തിനാ ഇയാളെ കിഡ്നാപ്പ് ചെയ്തേ? പ്രൊമോഷൻ ഇല്ലാത്ത പ്രോഡക്റ്റ് പോലെ റീസൺ ഇല്ലാത്ത റിവെഞ്ച് എന്തിനാടാ? അതെങ്ങനെയാ? ഒരു ഫ്രണ്ട് പാർട്ടി നടത്തുമ്പോ മറ്റുള്ളവരെ കുടിക്കാൻ പോകത്തില്ല. എടാ, നീ ഫോമിലാന്ന് പറഞ്ഞ് കണ്ടന്റ് ഇല്ലാത്ത പഞ്ച ഡയലോഗ് വേണ്ട. വെറും ഊള റീസൺ ആയത്. അതൊന്നും ഇല്ലണ്ണ, ഞങ്ങളുടെ ടാറ്റ സ്കൈ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് റിപ്പയർ ചെയ്യാനാണ് ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്. ഓ, നീയൊക്കെ വലിയ പുള്ളി. ഞാനെന്താ കക്കാരവിയാണോടാ? ആ സിനിമയിൽ ദുൽഖർ സൽമാൻ. അധിക പ്രസംഗം വേണ്ട. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ റീസൺ എന്താന്ന് പറയണം. നിങ്ങൾക്ക് കാരണം അറിയണ അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഹീറോ വരുന്നുണ്ട്. ഇവനാണ് ആള്. നോക്കത്തില്ല. ആ ഡോറ് കുറച്ച് പ്രശ്നമുള്ള സാർ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അയാൾക്ക് കാരണം അറിയണമെന്ന്. ഇപ്പൊ സംഗതി എന്താന്ന് വെച്ചാ, രണ്ടാമത്തെ പ്രാവശ്യം കൊറിയർ വന്നെങ്കിൽ അത് ഓയിൽ ആയിരിക്കണമല്ലോ. ഇല്ല, എന്റെ അമ്മായിപ്പന്റെ ഫോട്ടോ വെച്ച. അങ്ങനെ കൊല്ലാൻ വേണ്ടി ആരാ? ഇവൻ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ടൈം പീരീഡ് സ്റ്റോറി ആയതുകൊണ്ട് രക്ഷപ്പെട്ടെ. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ നിന്റെ അമ്മായിപ്പൻ എന്തിനാ വഴക്കിന് പോയാ? നിന്റെ അമ്മാവൻ ഹൈദരാബാദിലേക്ക് വന്നതിനും പെട്ടെന്ന് അവളെയും കൂട്ടി അമേരിക്കയ്ക്ക് പോകുന്നതിനും എന്തോ കാരണമുണ്ട്. നിന്റെ അമ്മായപ്പൻ 7-ാം തീയതിയാണ് ഹൈദരാബാദിൽ പോയത്. 5-ാം തീയതിയാണ് ബായി അറ്റാക്ക് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ അറ്റാക്കിനും നിന്റെ അമ്മായിപ്പനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടറിയാം. യെസ്, എനിക്കിപ്പോ മനസ്സിലായി. ഇവന്റെ അമ്മാവൻ ഒരു ഗാങ്സ്റ്റർ ആണ്. മാഷ മാഷ. എന്താ നീ? എന്തു പറ്റി? ഡോക്ടർ എഴുന്നേക്കണമെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല സാറ് പറഞ്ഞതുപോലെ മകളോട് ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. കള്ളത്തരം പറഞ്ഞെന്നോ? അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണത് കള്ളത്തരമാണോ? ഇതൊക്കെ നാടകമാണല്ലേ? നമ്മുടെ സുബുമോളുടെ മനസ്സ് എത്ര വേദനിച്ചെന്നറിയോ? പിന്നെ വരാം സാർ. അങ്ങനെ ടെൻഷനാകാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത്. അങ്ങനെയെങ്കിലേ അവള് നമ്മുടെ കൂടെ അമേരിക്കയിലേക്ക് വരുള്ളൂ. പക്ഷെ സുബു അർജുനും തമ്മിൽ പ്രണയത്തിലാണല്ലോ. ഇതിങ്ങനെ തന്നെ നടക്കാവൂ ലക്ഷ്മി. അത് തന്നെയായിരിക്കും എല്ലാവർക്കും നല്ലത്. ഈ ഒരു കാര്യത്തിൽ നീ എപ്പോഴും മൗനവ്രതമായിരിക്കണം, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. ആരെന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. എന്റെ അമ്മായിപ്പൻ ആരാണെന്ന് അറിയണം. മുംബൈയിൽ എന്തായിരുന്നു ജോലി എന്നറിയണം. മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതൊക്കെ എങ്ങനെ? ഫോളോ ചെയ്യും.